നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സ്കിൻ കെയർ ചാലഞ്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, 15 ദിവസത്തെ നമ്മൾ തുടങ്ങിയത്. എൻ്റെ മുഖത്ത് നല്ല മാറ്റമുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയ്ക്ക് സ്കിന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. വെള്ളം കുടിക്കേണ്ട കാര്യത്തിൽ ഞാൻ ശ്രദ്ധ ചെയ്യുന്നുണ്ട്. അതുമാതിരി തന്നെ ഞാൻ മധുരം പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളിത് സ്കിൻ കെയർ ചാലഞ്ചിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എത്ര റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ സ്കിൻ കെയർ ചാലഞ്ച് തുടങ്ങുന്ന ആദ്യത്തെ ദിവസത്തെ സ്കിന്നും ഇപ്പോഴത്തെ സ്കിന്നും തമ്മിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വ്യത്യാസമുണ്ട്. പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. അത്രയും സന്തോഷമുണ്ട് എനിക്കിത് പറയുമ്പോൾ. കാരണം ഈ നമ്മുടെ മുഖത്തൊരു ഗ്ലോ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അതുകൊണ്ടാട്ടോ പറയുന്നത്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കണം. ഇനി നമുക്കൊരു 4 ദിവസം മറ്റേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ വിഷു ആകുമ്പോഴേക്കും നമ്മുടെ സ്കിൻ നല്ലപോലെ തിളക്കം വരണം. അതിന് പറ്റിയ പാക്കുകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന പാക്കും നല്ല അടിപൊളിയാണ്. നമ്മുടെ സ്കിൻ ടൈറ്റാക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുഖം നല്ലപോലെ വെളുക്കാനും സഹായിക്കുന്നതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്കിൻ നല്ലപോലെ വെളുക്കാൻ സഹായിക്കുന്നത്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല ഗ്ലോയാണ് ഇത് മുഖത്ത് നമുക്ക് തരിക കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളി പാക്കാണ്. ആകെ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയിട്ട് വന്നല്ലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുകണ്ടിട്ട് ഞാനിത് അവിടെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കാറുള്ളതാണ്. ഇതും നല്ല അടിപൊളി സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. ഈ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ അയൽപക്കത്തോ എവിടെയെങ്കിലും നമുക്കൊരു ഫംഗ്ഷൻ വരേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത മാസമാണ് എന്ന് പറഞ്ഞാൽ ഈ മാസം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്. ഇത് അത്രയ്ക്ക് നല്ല അടിപൊളിയാണ്. ഇത് നിങ്ങൾ ആഴ്ചയിൽ 3 വട്ടം വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് പറഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ മുഖം വെളുക്കുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. നല്ലൊരു തിളക്കം, നല്ലൊരു ഗ്ലോ ആയിരിക്കും ഇത് മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിതെന്തായാലും എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുവെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചു തരാം. പെട്ടെന്ന് പോയിട്ട് നോക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചിയ സീഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചിയ സീഡ് ഇത് വെച്ച് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് മുഖം വെളുക്കും ചിയ സീഡ് വെച്ച് നമ്മൾ പാക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ, വെള്ളത്തിലിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലപോലെ കുതിരും. 1.5 സ്പൂൺ നമുക്ക് ചിയ സീഡ് ഇടാം. നിങ്ങൾക്ക് പാലൊഴിച്ചോ വെള്ളം ഒഴിച്ചോ നിങ്ങൾക്കിത് കുതിരാൻ വയ്ക്കാം. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുതിരാൻ വയ്ക്കുന്നത്. കുറച്ച് നേരം നമ്മളിങ്ങനെ വയ്ക്കുമ്പോഴേക്കും അത് കുതിർന്ന് പൊങ്ങിക്കോളും. അപ്പോൾ ഇതൊന്ന് കുതിരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ചിയ സീഡ് നല്ലപോലെ കുതിർന്ന് വന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്കിതിൻ്റെ കൂടെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ നമ്മുടെ ചിയ സീഡിൻ്റെ പാക്ക് അടിപൊളിയായിട്ടായിട്ടുണ്ട്. സ്കിൻ നല്ല ഗ്ലോയും തിളക്കവും വെളുക്കുവാനും വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതി. ആഴ്ചയിൽ 2 വട്ടം വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. എല്ലാ സ്കിന്നും ക്ലിയർ ആവും. അപ്പം ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കാറ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടുല്ലോ, സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിയ സീഡ് മാത്രം മതി. പാലിൽ കുതിർത്തണിച്ച് പാലിൽ കുതിർത്താൽ, വെള്ളത്തിലാണ് കുതിർത്തണിച്ച് വെള്ളത്തിൽ കുതിർത്താം. ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തു. ഇതുണ്ടോ. അപ്പോൾ നമുക്ക് ഇത് മുഖത്ത് നമുക്ക് തേച്ച് ഒരു മസാജ് കൊടുക്കുക. നിങ്ങൾക്കിത് അരച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 10 ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ ആ മാറ്റം ശരിക്കും നമ്മൾ ഞെട്ടും. അത്രയ്ക്ക് വലിയ മാറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഖത്തൊരു മസാജ് കൊടുക്കട്ടെ ആദ്യം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണിച്ചാൽ കുറച്ച് ഹണി ഒഴിക്കുക. അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ വേണിച്ചാൽ ക്യാപ്സൂൾ ഒഴിക്കാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പാലൊഴിച്ച് അരയ്ക്കും. ഇതുപോലെ മുഖത്ത് തേച്ച് ഒരു മസാജ് കൊടുക്കും. അതിന് ശേഷം നല്ല കട്ടിക്കുത്തിരി അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമ്മൾ ഇതിട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു 10-25 മിനിറ്റൊക്കെ ഞാൻ വയ്ക്കും. ചിലപ്പോൾ അരമണിക്കൂർ വയ്ക്കും. നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് വയ്ക്കാം. കാരണം ഇത് വേഗം ഉണങ്ങണ ഒരു സാധനമല്ല.
അങ്ങനെ കിടക്കും മുഖത്ത്. ഇപ്പം ഞാൻ കഴുത്തിലും കൂടി തേക്കുകയാണ്. മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും മുഖം. കാരണം ഇതിൻ്റെ ഇങ്ങനെ ഒരു വഴുവഴുപ്പാണ്, കണ്ടോ സ്കിന്നിന്. നമ്മൾ പാല് ചേർത്തത് കാരണം വേറൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ഹണി വേണിച്ചാൽ നിങ്ങൾക്ക് ഹണി ചേർത്താൽ നല്ലതാട്ടോ. വല്ലപ്പോഴൊക്കെ ഞാൻ ചേർക്കാറുണ്ട്. ഇപ്പം ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു. ഇനി നമുക്കിത് മുഖത്ത് ഇട്ട് കൊടുക്കാം. മുഖത്തിടുമ്പോൾ ഇതിങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി ചെയ്യുക. കണ്ണിനടിയിലൊക്കെ ചെയ്തോ കേട്ടോ. ഇങ്ങനെ വഴുക്കി 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 ഇങ്ങനെ വരും. നമ്മൾ കുളിക്കണതിന് മുമ്പ് അത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തൊക്കെ ആവുകയാണെന്ന് വെച്ചാൽ അത്ര വലിയ കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കുളിക്കണതിന് മുമ്പായിട്ട് ചെയ്യുക. ഞാനിപ്പോൾ കഴുത്തിലും മുഖത്തും പാക്ക് ഇട്ട് കൊടുത്തു. നമുക്കൊരു 10-25 മിനിറ്റ് ഒന്ന് ഇതിങ്ങനെ വെക്കാം പാക്ക്. അതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാം. നല്ല അടിപൊളി റിസൾട്ടായിരിക്കും. അതെനിക്കിപ്പോൾ തന്നെ ഉറപ്പ് പറയാൻ കഴിയും. കാരണം ഞാനിത് ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് ഞാനിത്ര ഉറപ്പ് പറയണത് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇട്ടിട്ട് ഒരു അരമണിക്കൂറായി കേട്ടോ. ഇതവിടെയൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങി. പിന്നെന്താ, നമുക്കിങ്ങനെ ഒഴുകി ചോട്ടിക്ക് വീഴുകയൊക്കെ ചെയ്യാം. അതൊക്കെ ശ്രദ്ധിക്കണം. നല്ല അടിപൊളി ഗ്ലോ ആയിരിക്കും നമുക്ക്. ഉണ്ടോ, ഇത്രയും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ ഇതാ മുഖം കഴുകിയിട്ട് വന്നു. സ്കിന്നിന് നല്ല കളറാണ് വന്നിരിക്കുന്നത്. സ്കിൻ കളർ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കുക. ഇത് നമുക്ക് കഴുകിയെടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. മുടിയിലൊക്കെ ആയി കഴിഞ്ഞു പറഞ്ഞാൽ പോകാൻ ഭയങ്കര പ്രയാസമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുഖത്ത് തേക്കുക. തേച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയണത് നല്ല പോലെ വെളുക്കും. എന്തെന്നാ പറയുക, എൻ്റെ സ്കിന്നിന് ഇപ്പോൾ യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണത്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. വിഷുവൊക്കെ ആകുമ്പോഴേക്കും മുഖമൊക്കെ ഇങ്ങനെ വെളുത്ത് തുടുക്കി തിളക്കത്തോടു കൂടി ഇരിക്കാൻ എല്ലാവരും സഹായിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും എന്താ പറയുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് തീർച്ചയായും പറയണം കേട്ടോ. അത്ര റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.